ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും പുതിയൊരു മൂവിയിൽ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് മൂവിയാണ്. 2021 ഇറങ്ങിയിട്ടുള്ള ബെനിഡിറ്റ എന്ന് പറഞ്ഞ മൂവിയാണ്. ഇതൊരു റൊമാൻസ് ആൻഡ് ഡ്രാമ ബേസ്ഡ് മൂവിയാണ്. കാരണം അത്രമാത്രം നമുക്ക് സിനിമ കാണാൻ വളരെയധികം കൂളായി തോന്നും. കാരണം അത്ര ഒരു ഫീൽ നമ്മളെ കൊണ്ട് എത്തിക്കും. അത്രമാത്രം നല്ല ഒരു അടിപൊളി മൂവി ആണിത് എനിക്ക് തോന്നി. കാരണം അത്രമാത്രം നല്ല രസമുണ്ട് കാണാൻ ഈ സിനിമ. ഞാനിതൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് അങ്ങനെ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായി തോന്നി. കാരണം വളരെ സിമ്പിളാണ് കഥ. എന്ന് വെച്ചാൽ ഒരു കുറേ കന്യാസ്ത്രീകൾ മഠത്തിൽ താമസിക്കുന്നു. അപ്പോൾ അതിൽ ഈ ദൈവിക വിളി എന്നൊക്കെ പറയില്ല, നമ്മളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വിളിയൊക്കെ ഉണ്ടാവുമെന്ന് പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു വിളി ഉണ്ടായെന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു വിളി ഉണ്ടായെന്ന് പറഞ്ഞ് അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ പറ്റിച്ചിട്ട് അതിലൊരു അധികാരമൊക്കെ പിടിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇരുവൃത്തം എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഒരു കോ ആക്ടർ വരുന്നതോടുകൂടിയാണ് ശരിക്കും സിനിമയുടെ ഗതി അങ്ങോട്ട് മാറുന്നത്. എന്നുവെച്ചാൽ ഇതിലിപ്പോൾ നായികയെ വന്നിരിക്കുന്നത് വെർജിന ഇഫീരയാണ് നായിക. വളരെയധികം വ്യത്യസ്തമായൊരു ആക്ടിങ് സ്കില്ല് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നെ ബർത്തലൂമിയ എന്ന് പറഞ്ഞ നായിക ആണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് ഡാഫ്നെ പറ്റാക്കിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ഈ ആക്ടർ വരുന്നതോടുകൂടി ആ സിനിമയുടെ ഗതി മൊത്തം അങ്ങോട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി വരുമ്പോൾ ചിലർ വഴിമാറുമെന്ന് പറഞ്ഞു പോലെയാണ് ഈ സിനിമയുടെ അവസ്ഥ. വളരെ എന്താ പറയുക, അതുവരെയും സിനിമ ഒരു ദൈവിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ പോവാം, അവരുടെ റൂട്ടീൻസൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ത്രീൻ്റെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി എന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഒരു ആട്ടിലിൻ്റെ രക്ഷപ്പെട്ട് അച്ഛനാണ് അതിൽ രക്ഷപ്പെട്ട് വന്ന് പിന്നെ അങ്ങനെ ഒരു കിങ് ഫാമിലി അവർ ക്യാഷ് കൊടുത്തിട്ട് ഇതിൽ മഠത്തിലേക്ക് ചേർക്കുക ചെയ്യുന്നത്. അതും നമ്മുടെ നായികയുടെ ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടുള്ള ഒരു ബേസിലാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷം ഇവർ റൊമാൻസിലൊക്കെ ആവുന്നുണ്ട്. വളരെ വ്യത്യസ്തമായൊരു സംഭവം. കാരണം മഠത്തിലൊരിക്കലും നടക്കാത്ത പല കാര്യങ്ങളും ഇവരവിടെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ. ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ മൊത്തം ഞാൻ കഥയും പറയുന്നില്ല. പക്ഷെ വളരെ വ്യത്യസ്തമാണ് ഈ സിനിമയുടെ ആവിഷ്കാരവും പിന്നെ അതിനുശേഷം ഈ സിനിമയിൽ കൊണ്ടുപോകുന്ന ഓരോ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമുക്ക് വളരെ കൂളായിട്ട് ഈ സിനിമ കാണുമ്പോൾ തോന്നുമെങ്കിലും പക്ഷെ ഇങ്ങനെ നമ്മൾ ഭയങ്കര പിടിച്ചിരുത്തുന്ന ഈ സിനിമയും കൂടിയാണത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിപ്പോൾ ഒരിക്കലും അറിയാത്ത സബ്ജക്റ്റാണ് ഈ സാധനം. കാരണം ഇങ്ങനെയൊക്കെ ഫാക്ടേഴ്സ് റൂമേഴ്സായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പക്ഷെ അതൊക്കെ ഒരു സിനിമ ആവിഷ്കാരപരമായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സിനിമ ഫ്രഞ്ചിൽ ഇത്രയും തൻ്റെയോടത്തോടെ ഈ സിനിമ ഇങ്ങനെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ എത്രമാത്രം എന്താ പറയുക സിവിലൈസ്ഡ് പീപ്പിളാണ് ഉള്ളതെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. കാരണം അത്രമാത്രം ആ ഒരു മഠത്തിൽ നടക്കുന്ന കുറേ എന്താ പറയുക മഠത്തിൽ നടക്കുന്നില്ലെങ്കിൽ അവിടെ മഠത്തിൽ താമസിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അവർ ഈ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിനൊക്കെ അതിലേക്ക് ആ സക്സസ്സിലേക്ക് അവൻ്റെ ആ ഫീലിങ്സ് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. അത് ഭയങ്കര രസമാണ്. കാരണം എന്താ പറയുക ജനിച്ചു മുതൽ അദ്ദേഹത്തിൻ്റെ ഈ നായികയുടെ കയ്യിൽ ഒരു കുഞ്ഞ് മാലാഖയോ മാതാവിൻ്റെ ഒരു സ്റ്റാറ്റുവോ ഉണ്ടായിരിക്കും. അതൊക്കെ വെച്ചിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ സിനിമയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇത്രമാത്രം സിവിലൈസ്ഡ് പീപ്പിളാണ് നമ്മുടെ കേരളത്തിന് പുറത്തെന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇത്രയും സിവിലൈസ്ഡ് പീപ്പിളാണ് നമുക്ക് കണ്ടാൽ പറയാം. കാരണം സിനിമയാണെന്ന് കാണാനുള്ളൊരു കോമൺ സെൻസ് അവർക്കുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു ഗട്ട്സ് ഉള്ള ഇത്രയും നല്ലൊരു കോൺട്രവേഴ്സിയായിട്ട് സബ്ജക്റ്റൊക്കെ എടുത്ത് അവർ ഇത്രയും കോൺട്രവേഴ്സിയായിട്ട് സീൻസൊക്കെ ആ സിനിമയിൽ ആഡ് ചെയ്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കൂ. കാരണം വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞിട്ടുള്ളൊരു വലിയൊരു അട്ടാർ സിനിമ എന്നൊക്കെ പറയില്ല, അമ്മാതിരി സാധനമാണ്. കാരണം ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രെയിംസും ഇതിൻ്റെ ക്രിയേറ്റീവും ഇതിൻ്റെ ആ ഒരു ക്യാമറ വർക്ക് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ആംഗിൾസും പല രീതിയിലുള്ള ഷോട്ട്സും പല രീതിയിലുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ലെവലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിനിമയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്കും അതിൻ്റെ ഡയറക്ടർ സ്കിൽസൊക്കെ ഉണ്ടല്ലോ, വളരെ വ്യത്യസ്തം ഇതിൽ കാണണമെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. നല്ല രസമാണ് സിനിമ കാണാൻ. നിങ്ങളിന്ന് കണ്ടു നോക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നത്. അതായത് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക കോൺട്രവേഴ്സി നിറഞ്ഞിട്ടുള്ള സീൻസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കുകയും അതങ്ങനെ എത്തിച്ചിരുന്നു. വളരെ അതിൻ്റെ അവസാനം അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ എത്തുന്ന സീനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. കാരണം ഇവർ തന്നെ പിടിക്കപ്പെടുന്നൊരു സീൻസൊക്കെ ഉണ്ട്. ആ പിടിക്കപ്പെടുന്ന സമയത്ത് ഇവരതിനെ എങ്ങനെയാണ് മറികടക്കുന്നതൊക്കെ ഉള്ളതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തലമുണ്ടാക്കുന്ന സമയത്ത് അവർ വളരെ കൂളായിട്ട് വളരെ ജെന്യൂനായിട്ട് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൊരു ക്ലൈമാക്സും കൂടി നമുക്ക് തരുന്നുണ്ട്. പക്ഷെ വളരെ സൂപ്പറാണ്. ഒരു ചെറിയൊരു ഫാൻറ്റസിയും കൂടി എലമെൻസും കൂടി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അവസാന സിനിമ കഴിയുമ്പോൾ ഈ കൂട്ടി ശരിക്കും പ്രിറ്റൻഡ് ചെയ്താണോ അതോ അതങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്നൊരു നിലവിലേക്ക് എത്തും. പക്ഷെ എന്നാലും ജസ്റ്റ് പ്രിറ്റൻഡിങ് ചെയ്യാണ്. പക്ഷെ വളരെ വ്യത്യസ്തമായൊരു ആവിഷ്കാരം കൊണ്ടും അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങൾ ഉള്ളതുകൊണ്ടും നല്ല രീതിയിലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്.
നിങ്ങളും കണ്ടു നോക്കും. ബെനിഡിറ്റ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ വ്യത്യസ്തമായ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു റൊമാൻസും ഡ്രാമയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാണ്ട്. റൊമാൻസ് ഇംഗ്ലീഷ് സിനിമയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ വളരെ വ്യത്യസ്തമാണ്. വളരെ നമ്മുടെ കൺവിൻസിങ് ആയിട്ടുള്ള കുറേ സീൻസിലുണ്ട്. നല്ല രസമുള്ള സിനിമയാണ്. ഇതിൻ്റെ ഫ്രെയിംസും ഡയറക്ടർ സ്കിൽസും മ്യൂസിക്കൊക്കെ നല്ല കോമ്പിനേഷനൊക്കെ നല്ല ബ്ലെൻഡ് സെറ്റപ്പാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ, ബൈ, സീ യു.